നമുക്ക് പറയാം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ ശ്രീ മുരുകനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഭഗവാന് ബാലസുബ്രഹ്മണ്യൻ, വേലായുധൻ, കാർത്തികേയൻ, സ്കന്ദൻ, കടമ്പൻ, അങ്ങനെ പേരുകൾ ഒരുപാടുണ്ട്. നമ്മുടെ കഷ്ടപ്പാടുകളും ദോഷങ്ങളും എല്ലാം അകലുവാൻ ഏത് ദോഷങ്ങളായിക്കോട്ടെ, വിവാഹ തടസ്സമോ തൊഴിൽ തടസ്സമോ സന്താനങ്ങളില്ലായ്മയോ, നമ്മുടെ കുട്ടികൾ എത്ര പഠിച്ചിട്ടും മനസ്സിലാകാതെ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു, അങ്ങനെ നമ്മുടെ ഏത് ദോഷങ്ങളും മാറാൻ ശ്രീ ബാലസുബ്രഹ്മണ്യനെ ഭജിച്ചാൽ, ആരാധിച്ചാൽ നമുക്ക് സകല സൗഭാഗ്യങ്ങളും ലഭിക്കും എന്നതാണ്. ഭഗവാനെ ഭജിച്ചാൽ നമ്മുടെ ശത്രുദോഷങ്ങൾ വേഗം അകലും എന്നതാണ്. ഭഗവാന്റെ അവതാരം തന്നെ സൂരൻ എന്ന അസുരനെ വധിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ ശത്രുദോഷങ്ങൾ അകലാൻ ഭഗവാനെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കേണ്ടത്, ഇത് എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഭഗവാന് ഒരുപാട് മന്ത്രങ്ങളും സ്തോത്രങ്ങളും കവചമന്ത്രങ്ങളും ഒരുപാടുണ്ട്. അഷ്ടോത്തര മന്ത്രങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്ന് സ്കന്ദഷഷ്ടി കവചം, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൽ ഒരു വരിയുണ്ട്. സ്കന്ദഷഷ്ടി കവചം കേട്ടവർക്ക് നിങ്ങൾ ഓരോരുത്തർക്കും അത് മനസ്സിലാകും. കേട്ടിട്ടില്ല എങ്കിൽ ഒന്ന് യൂട്യൂബിൽ തന്നെ ഉണ്ട്. സ്കന്ദഷഷ്ടി കവചം എന്ന് അടിച്ചു നോക്കിയാൽ ഇത് വരും. അപ്പോൾ അതിൽ ഒരു വരിയുണ്ട്. അത് ഇങ്ങനെയാണ്: ഒരു നാൾ 36 കൊണ്ട്, അതായത് സ്കന്ദഷഷ്ടി കവചം ഒരു ദിവസം 36 പ്രാവശ്യം പാരായണം ചെയ്താൽ നിങ്ങളുടെ സകലവിധമായ കഷ്ടനഷ്ടങ്ങളും ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും രോഗദുരിതങ്ങളും അതുപോലെ തന്നെ വിട്ടുമാറാത്ത രോഗങ്ങളും ശത്രുദോഷങ്ങളും മാറും എന്നതാണ്. എന്നാൽ ഈ സ്കന്ദഷഷ്ടി കവചം 36 പ്രാവശ്യം പാരായണം ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും ആകും. അപ്പോൾ ഈ കലിയുഗത്തിൽ ആർക്കും അതിനുള്ള സമയം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ ദേവകവി ഈ കവചം പാരായണം ചെയ്യുവാൻ ഭക്തർക്ക് എളുപ്പമാകാൻ വേണ്ടി അതിൽ സൂക്ഷ്മമായി ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. സ്കന്ദഷഷ്ടി കവചത്തിൽ രവണ ബവസ റി 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 എന്ന് ഇങ്ങനെ ഒരു വരി, ഒരു 2-3 വരി ഇങ്ങനെ അതിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കി നോക്കി ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് മനസ്സിലാക്കാൻ സാധിച്ചു. അതെന്തെന്ന് വെച്ചാൽ, ഭഗവാന്റെ ബാലസുബ്രഹ്മണ്യൻ്റെ മന്ത്രം എന്ന് പറയുന്നത് ഓം ശരവണ ഭവ എന്നാണ്. ഇതാണ് ശ്രീ മുരുകൻ്റെ മന്ത്രം. അതായത് ബാലസുബ്രഹ്മണ്യൻ്റെ, വേലവൻ്റെ, കാർത്തികേയൻ്റെ, സ്കന്ദൻ്റെ മന്ത്രം ഓം ശരവണ ഭവ. ഇത് 6 പ്രാവശ്യം ചൊല്ലണം. അപ്പോൾ ഈ ശരവണ ഭവ എന്ന് നമ്മൾ എഴുതിയിട്ട് ആ സ എന്ന അക്ഷരത്തിനെ നമ്മൾ ലാസ്റ്റിലിടുക. അപ്പോൾ രവണ ഭവസ എന്നാവും. അപ്പോൾ ഇതിനെ 6 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ അടുത്ത അക്ഷരം വരുന്നത് ര. രായെ ബേക്കിലിടുക. അപ്പോൾ വണഭ വസര അങ്ങനെ വരും. അടുത്തത് വാ. വായിനെ ബേക്കിലിട്ടാൽ
നഭവ സരവ അങ്ങനെ വരും. അടുത്ത അക്ഷരം നായാണ്. നായ ബേക്കിലിട്ടാൽ പവ സരവണ. അടുത്തത് പ. ആ പ അക്ഷരം ബേക്കിലിട്ടാൽ വസര വണഭ. ഇങ്ങനെ ഓരോന്നും 6 പ്രാവശ്യം ചൊല്ലിയാൽ അപ്പോൾ 6 × 6 36 വരും. ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു നാൾ 36 കൊണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൊല്ലിയാൽ മാക്സിമം 5 മിനിറ്റിൽ സ്കന്ദഷഷ്ടി കവചം 36 പ്രാവശ്യം പാരായണം ചെയ്തതിൻ്റെ പരിപൂർണ പുണ്യം ലഭിക്കും എന്നതാണ്. ഇതാണ് സ്കന്ദഷഷ്ടി കവചത്തിൽ സൂക്ഷ്മമായി പറയപ്പെട്ടിട്ടുള്ളത്. ഇത് ഞാൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇതിങ്ങനെ ശരവണ പവ, ഇതിനെ ഓരോ അക്ഷരവും മാറ്റി പിന്നിലോട്ടാക്കി ഓരോന്നും 6 പ്രാവശ്യം × 6 ഇങ്ങനെ പറഞ്ഞാൽ 36 പ്രാവശ്യം സ്കന്ദഷഷ്ടി കവചം നമ്മൾ പാരായണം ചെയ്തതിൻ്റെ പുണ്യം ലഭിക്കും എന്നതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ബാലസുബ്രഹ്മണ്യൻ കുന്നിരിക്കും ഇടമെല്ലാം കുമരനിരിക്കും ഇടം എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഭഗവാൻ പറയുകയാണ്, ഞാൻ മാത്രം ഉയരത്തിൽ ഇരുന്നാൽ പോരാ, എന്നെ ഭജിക്കുന്നവർ, എന്നെ ആരാധിക്കുന്നവർ, എന്നെ ഉപാസിക്കുന്നവർ എല്ലാവരും ഉയരത്തിൽ വരണമെന്നുള്ള ഒരു ദൈവസങ്കല്പമാണ് മുരുകൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനെ ഭജിക്കുന്നവർ ഒരു കാരണവശാലും താഴെത്തട്ടിലേക്ക് പോകില്ല. ഭഗവാൻ നമ്മുടെ കൈപിടിച്ച് ഉയർത്തി മുകളിലോട്ട് തന്നെ കൊണ്ടുവരും എന്നാണ് സാരം. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, മനമുരുകി വിളിച്ചാൽ നമുക്ക് ഉയർച്ചകളെ ഉണ്ടാവും. അടുത്ത് ഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ശിവഭഗവാന്റെ ശരീരത്തിൽ നിന്നും ജനിച്ചവനാണ് സുബ്രഹ്മണ്യൻ. അതായത് തീക്കനലായി ജനിച്ചവനാണ്. അപ്പോൾ ആ കനലിനെ സ്പർശിക്കണമെങ്കിൽ, അതായത് അറിയണമെങ്കിൽ ഭക്തി എന്ന തീക്കനൽ കൊണ്ട് മാത്രമേ സാധിക്കൂ. നമുക്ക് ഭഗവാനോട് അത്രയ്ക്ക് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ അടുക്കാൻ സാധിക്കൂ എന്നാണ് എൻ്റെ അർത്ഥം. പെട്ടെന്ന് ഒരു ദിവസം പോയി ഭഗവാനെ എനിക്കിത് സാധിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. ആദ്യം ഭഗവാനെ അറിയണം. ഭഗവാന് നമ്മളെ, അല്ലെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും അറിയണം. അതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, സ്കന്ദഷഷ്ടി പോലുള്ള ആ മന്ത്രങ്ങൾ പാരായണം ചെയ്യുക, അഷ്ടോത്തരങ്ങൾ ജപിക്കുക, കവചമന്ത്രങ്ങൾ പാരായണം ചെയ്യുക, ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ദിവസവും ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിട്ട് ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഭജത് ഭുവേ നമ, ഈ മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ ഭഗവാനോട് ചൊല്ലുക. ചൊല്ലി പ്രാർത്ഥിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നതാണ്. അപ്പോൾ ഭഗവാന് മുഖ്യം എന്ന് പറയുന്നത് ഭക്തി തന്നെയാണ്. ദിവസവും ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുക, ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പോൾ എപ്പോഴും ഭഗവാനോട് നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകൾ മാത്രം പറയാതെ ഭഗവാനോടും സംസാരിക്കുക. എന്താ ഭഗവാനെ, എന്താ മുഖത്ത് ഒരു വിഷമം പോലെ, ഒരു മാളന പോലെ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് ഓരോ കാര്യങ്ങൾ നമ്മളോടും ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. അപ്പോൾ അത്രയ്ക്കും ഭക്തി ഉണ്ടെങ്കിലേ ഭഗവാനോട് സംസാരിക്കാനും ഭഗവാൻ നമ്മളോട് സംസാരിക്കാനും ഭഗവാൻ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാനുമൊക്കെ പറ്റുള്ളൂ. അതുപോലെ തന്നെ നാം ഏത് കാര്യത്തിന് പോകുമ്പോഴും തടസ്സം കൂടാതെ
നടക്കുവാൻ വേണ്ടി ഈ ഒരു മന്ത്രം പാരായണം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. വെറും 18 വാക്കുകൾ മാത്രമാണ് ഇതിലുള്ളത്. അത് ഞാനൊന്ന് ചൊല്ലാം. അത് നിങ്ങൾ എഴുതിയെടുത്ത് ഗ്രഹസ്ഥമാക്കി ചൊല്ലുക. ഉരുവായി അരുവായി ഉളതായി ഇളതായി മരുവായി മലരായി മണിയായി ഒളിയായി കരുവായി ഉയിരായി ഗതിയായി വിധിയായി ഗുരുവായി വരുവായി അരുൾവായി ഗുഹനെ എന്നാണ്. സ്പീഡിലൊന്നുകൂടി പറയാം. ഉരുവായി അരുവായി ഉളതായി ഇളതായി മരുവായി മലരായി മണിയായി ഒളിയായി കരുവായി ഉയിരായി ഗതിയായി വിധിയായി ഗുരുവായി വരുവായി അരുൾവായി ഗുഹനേ. ഏതൊരു കാര്യവും തടസ്സം കൂടാതെ നടക്കുന്നതിന് വേണ്ടി ഈ 18 വാക്കുകൾ പാരായണം ചെയ്താൽ ഭഗവാൻ നമുക്ക് ഗുരുവായിട്ട് നമ്മുടെ മുൻപിൽ നിന്ന് വഴിതെളിക്കുമെന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരുടെ ദോഷങ്ങളും മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.